സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങിയ അന്വേഷണമാണ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ അവസാന വാക്കായിരുന്ന തന്ത്രി കണ്ഠര് രാജീവരിൽ എത്തി നിൽക്കുന്നത്. നിർണായക വഴിത്തിരിവാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ടായിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം തന്ത്രി അറസ്റ്റിലായി. 13ാം പ്രതിയായ തന്ത്രിയെ റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. ആചാരലംഘനത്തിന് കൂട്ടുനിന്നെന്നും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ക്ഷേത്രത്തിന്റെ ചൈതന്യവും പരിപാവനതയും ആത്മീയ മൂല്യവും കാത്തുസൂക്ഷിക്കുന്ന ഇതേ തന്ത്രി തന്നെയാണ് 2019 ജനുവരിയിൽ ശബരിമല ക്ഷേത്രത്തിൽ ആർത്തവ പ്രായമുള്ള 2 സ്ത്രീകൾ പ്രവേശിച്ചതിനു ശേഷം പുണ്യാഹം ഉപയോഗിച്ച് ഒരു ശുദ്ധീകരണ ചടങ്ങ് നടത്തിയത്. പരമ്പരാഗത വിശ്വാസങ്ങളും താന്ത്രിക ഗ്രന്ഥങ്ങളും അനുസരിച്ച് സ്ത്രീകളുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന അശുദ്ധിയിൽ നിന്ന് ശ്രീകോവിലിനെ ശുദ്ധീകരിക്കുന്നതിനാണ് അദ്ദേഹം അന്ന് ശുദ്ധീകരണം നടത്തിയത്. ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ള നടത്താൻ കൂട്ടുനിൽക്കാം. എന്നാൽ സ്ത്രീകൾ പ്രവേശിച്ചാൽ അപ്പോ കണ്ഠര് പുണ്യാഹം തളിക്കും. ഒരു വല്ലാത്ത ജാതി തന്നെ. തന്ത്രിയെ ഈ കേസിൽ പ്രതിയാക്കുന്നതിന് മുമ്പ് ശബരിമലയിലെ സ്വർണം നഷ്ടമായി എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം കണ്ഠര് രാജീവര് കുറച്ച് പ്രതികരണങ്ങൾ മുമ്പ് നടത്തിയിരുന്നു. അത് ഇങ്ങനെയാണ്: ശബരിമലയിൽ ഇത്രയധികം സ്വർണം നഷ്ടപ്പെട്ടു എന്ന വാർത്ത ഞെട്ടലോടെയാണ് ശ്രവിച്ചത്. വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകമായ കാര്യമാണിത്. കോടതി ഉത്തരവിനെ ബഹുമാനിക്കുന്നു. ഭംഗിയായി അന്വേഷണം നടക്കും എന്നു തന്നെയാണ് കരുതുന്നത്. അതെ, വളരെ ഭംഗിയായി തന്നെയാണ് അന്വേഷണം നടന്നത്. അതുകൊണ്ടാണല്ലോ ഗൂഢാലോചനയിൽ പങ്കാളിയായ 13ാം പ്രതിയായ താങ്കളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് നടന്നതിനു ശേഷം രാഹുൽ ഈശ്വർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നിൽ പോലും ബ്രഹ്മശ്രീ കണ്ഠര് രാജീവർ അവർകളെ കുറിച്ച് ഒരു നെഗറ്റീവ് പരാമർശമില്ല. തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ കാര്യങ്ങളിലും ഒരു ഉത്തരവാദിത്വവുമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ വന്ന വീഴ്ചയ്ക്ക് തന്ത്രിയെ ബലിയാടാക്കി കുടുക്കിയാൽ മറ്റാരെയെങ്കിലും രക്ഷപ്പെടുത്താനാകുമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണോ എന്നറിയില്ല. കോടതിയും സ്വാമി അയ്യപ്പനും തീരുമാനിക്കട്ടെ. ബ്രാഹ്മണ സംഘടനകൾ, ഹിന്ദു സംഘടനകൾ, തന്ത്രി സംഘടനകൾ, വിശ്വാസ സംഘടനകൾ എന്നിവരുമായി ഞാൻ സംസാരിക്കുന്നുണ്ട്. അയ്യപ്പധർമ്മസേനയ്ക്ക് വേണ്ടി രാഹുൽ ഈശ്വർ, സ്വാമി ശരണം. താങ്കളുടെ ഇതേപോലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ട്. തൽക്കാലം ഇതും അതേപോലെ മുഖവിലക്കെടുക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു. സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശാനുള്ള അനുമതി നൽകിയതും തന്ത്രിയാണ്. തന്ത്രിയിൽ തുടങ്ങി കൂടുതൽ പ്രതികളിലേക്ക് കേസ് പോകുമോ എന്ന് കണ്ടറിയാം.